നമ്മൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടും അതിൻ്റെ ഒരു റൂട്ട്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടാറുണ്ട്. പക്ഷേ മോഡേൺ ഡാൻസിലോട്ട് വരുമ്പോൾ എല്ലാവരും അതെല്ലാം സ്കിപ്പ് ചെയ്യും. നമുക്ക് ഇന്ത്യൻ ക്ലാസിക്കൽ ഫോംസ് എന്ന് മാത്രമല്ല, ഏതൊരു ഫോം ആണെന്നുണ്ടെങ്കിലും ക്ലാസിക്കൽ ഫോംസ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു സ്ട്രക്ചേർഡ് ഫോമിനെയാണ് നമ്മൾ ക്ലാസിക്കൽ ഫോം എന്ന് പറയുന്നത്. അതൊരു എൻ്റയർ ഡിഫറെൻറ്റ് ഏരിയ ആണ്. അതേപോലെ നമുക്ക് സ്ട്രീറ്റ് ഡാൻസസ് ഉണ്ട്, ക്ലബ് ഡാൻസസ് ഉണ്ട്. സോ അങ്ങനെ പല പല ഏരിയാസ് വരുന്നുണ്ട്. നമ്മൾ അതിനൊരു ജനറലൈസ് ചെയ്ത് വെസ്റ്റേൺ ഡാൻസ് എന്ന് പറയുമ്പോഴാണ് അതിന് ട്രെയിനിങ് വേണ്ട എന്ന് തോന്നുന്നത്. ഇപ്പോൾ കണ്ടംപററി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടംപററി ഡാൻസ് എന്ന് പറയുമ്പോൾ ഇതൊന്നും ചെയ്യേണ്ട, ചുമ്മാ നമ്മുടെ ഇഷ്ടത്തിന് മൂവ് ചെയ്താൽ മതി എന്ന രീതിയിലാണ് കുറച്ച് പേര് അതിനെ കാണുന്നത്. പക്ഷേ ആക്ച്വലി കണ്ടംപററി എന്ന് പറഞ്ഞൊരു മോഡേൺ ഡാൻസ് ക്രിയേറ്റ് ആവുന്നത് ബാലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിക്കൽ സ്റ്റൈലിൽ നിന്നാണ് ഇതെല്ലാം ക്രിയേറ്റ് ആവുന്നത്. അതിൻ്റെ ഒരു എൻ്റയർ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവും. ഇതിനെല്ലാം അതിൻ്റെതായ കൾച്ചറൽ റിലവൻസ് ഉണ്ട്. സോ ആ ഒരു കൾച്ചർ മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് വെസ്റ്റേൺ ഡാൻസിനകത്തും നമുക്ക് അതിൻ്റെ റൂട്ട്സ് മനസ്സിലാക്കിയാൽ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. എല്ലാ സ്റ്റൈൽസും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ബെനിഫിറ്റ്സ് എടുത്ത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഒരു നല്ല ഡാൻസർ എപ്പോഴും ചെയ്യേണ്ടത്.